അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നളന്തയിൽ ഒരുമിച്ച് കൂടിയ സംഘത്തിൻ്റെ പ്രധാന വക്താവായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവിടെ നടത്തിയ പ്രഭാഷണത്തിൽ CIC-യുമായി ബന്ധപ്പെട്ട് തങ്ങൾ മൗനം പാലിക്കുന്നതിൻ്റെ ന്യായവാദങ്ങൾ ഉന്നയിച്ചൊരു ഭാഗം ആദ്യം നിങ്ങൾ കേൾക്കുക. മറ്റു ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പാണക്കാട്ടും അതുപോലെ തന്നെ സമസ്തയുടെയും അഭ്യന്തരായ നേതാക്കൾ ഇരുന്നു ചർച്ച ചെയ്യുന്നുണ്ട്. ആ വാതിൽ അങ്ങനെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി തുറന്നു നിൽക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നും ഞങ്ങൾ പറയേണ്ടതല്ല, അത് അവർ തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കാൻ യോഗ്യരാണവർ. തീരുമാനിക്കാൻ ഞങ്ങളുടെ അഭ്യന്തരായ ഗുരുനാഥന്മാരും മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും യോഗ്യരാണെന്ന ബോധ്യത്തോടു കൂടെയാണ് അവിടെ മാന്യമായ നിശബ്ദത നമ്മൾ പുലർത്തുന്നത്. ആ നിശബ്ദത തെറ്റാണെന്നല്ല, ആ നിശബ്ദത എന്തെങ്കിലും നന്മയുണ്ടാകുമോ അതുവരെയും കാത്തുവെക്കലാണ്. അല്ലാത്ത സമയം വന്നാൽ, സമസ്ത പറഞ്ഞാൽ, തീരുമാനം ആ രീതിയിലാണെങ്കിൽ ആ വാതിൽ കൊട്ടിയടക്കപ്പെട്ടാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ വാക്കിനൊപ്പം നിൽക്കാനാണ് ഞങ്ങൾക്ക് സാധ്യമാവുന്നത്. ഇന്ന് ഡിസംബർ 11 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സയ്യിദുൽ ഉലമ പത്രക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 9 നിർദ്ദേശങ്ങൾ അവർ അംഗീകരിക്കുകയും സമസ്തക്ക് സമ്മതനല്ലാത്ത ആദർശേരി ഹക്കീം ഫൈസിയെ വീണ്ടും സെക്രട്ടറിയാക്കിയ നടപടി, ആ നടപടി തിരുത്തി അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന കാലത്തോളവും ആ സംവിധാനവുമായി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അതോടുകൂടെ ഇനി ഓണംപള്ളി അടക്കം നളന്തയിൽ ഒരുമിച്ച് കൂടിയ വിഭാഗം അവരുടെ വായ തുറക്കും CIC-ക്കെതിരെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, സയ്യിദുൽ ഉലമ വീണ്ടും ആവർത്തിച്ചു മുമ്പത്തെ തീരുമാനം അതേപടി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ CIC-യുമായി സമസ്തക്ക് ബന്ധമില്ല എന്ന് മുമ്പ് സമസ്തയുടെ ഈ നിലപാടുകൾക്ക് എതിരായി ആ 9 നിർദ്ദേശങ്ങൾ അവർ അംഗീകരിക്കാതിരിക്കുകയും സമസ്തക്ക് സമ്മതനല്ലാത്ത ഒരു വ്യക്തിയെ സെക്രട്ടറിയാക്കി അവരോധിക്കുകയും ചെയ്ത അന്നും സമസ്ത ഈ നിലപാടെടുത്തിരുന്നു എന്നതുകൂടെ ഇതിൽ വ്യക്തമാണ്. ഇതുവരെ സമസ്ത ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന നളന്ത സംഘം പ്രചരിപ്പിച്ച ആ വിഷയം ശുദ്ധമായ അസത്യമായിരുന്നു എന്നുകൂടെ ബോധ്യപ്പെടുന്നതാണ്. ഏതായാലും സയ്യിദുൽ ഉലമയുടെ വാക്കുകൾ കേൾക്കാം. മറ്റൊന്ന് CIC പ്രശ്നം, അത് മധ്യസ്ഥന്മാരെടുത്ത 9 തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം. ഒന്ന്, അത് അംഗീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസിയെ രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലും ആയിക്കൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണം. ഹക്കീം ഫൈസി നൽകുന്ന CIC അല്ലെങ്കിൽ അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് യാതൊരു ബന്ധമില്ല.